കർത്താവിൻ്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തുതി. We are trying to understand from the book of Isaiah, chapter 39. There we see the story of Hezekiah the king, and he is given an extended life by the Lord. And now the prophet Isaiah is coming and talking to him certain things, and from that chapter we are learning the lesson, what are the cautions we need to take care in extended life. When God extends our life, we need to be so cautious to live our life. So Hezekiah's life is an example what are the areas we need to be cautious about. കർത്താവിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 39 അധ്യായത്തിൽ നിന്നാണ് നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അവിടെ രാജാവായ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ദൈവം 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തു. ആ നീട്ടിക്കൊടുത്ത സമയത്ത് കർത്താവിന് സ്തോത്രം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും യെശയ്യാ പ്രവാചകൻ തന്നോട് അറിയിക്കുന്നതുമായൊരു ദൂതാണ് യെശയ്യാവ് 39 നമ്മൾ കാണുന്നത്. അവിടുന്നും ഈ ദിവസങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവം നമ്മുടെ ആയുസ് നീട്ടി തന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏതൊക്കെ ഏറികൾ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം കർത്താവ് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകട്ടെ. നമ്മളുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിലൂടെ കടന്നുപോയ നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നമുക്ക് നീട്ടിത്തന്ന ആയുസാണ്. എത്രയോ പേര് നമ്മെ വിട്ട് കടന്നുപോയി. കർത്താവിന് സ്തോത്രം. നമുക്ക് പരിചയമുള്ളവർ, നമുക്കറിയാവുന്നവർ, നമ്മുടെ സ്നേഹിതർ, പ്രിയപ്പെട്ടവർ, നമുക്കറിയാവുന്നവരൊക്കെ പോയില്ലേ ഈ രാജ്യത്ത്, അന്യരാജ്യത്ത്. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ ദൈവം നമുക്ക് ആയുസ് ദീർഘമാക്കി തന്നിരിക്കുമ്പോൾ നമുക്കറിയത്തില്ല എത്ര നാളുണ്ടെന്ന്, എത്ര വർഷം കൂടെ ഉണ്ടെന്ന്. നമ്മൾ സൂക്ഷ്മതയോട് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. കർത്താവിന് സ്തോത്രം. ഒന്നാമത്തെ 3 കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുവാൻ താല്പര്യപ്പെട്ടത്. കർത്താവിന് സ്തോത്രം. 3 failures of Hezekiah in another way. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ട 3 ഏരിയകൾ. ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്കി ദൈവം അനുസരിച്ച് ബാക്കി 2 കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കും. ഒന്നാമത്തെ കാര്യങ്ങൾ what we have seen. So first failure of Hezekiah is spiritual frivolity. So in terms of spiritual matters, he was not serious, and he was spiritually, in terms of spirituality, he was not serious about it. കർത്താവിന്റെ സ്തോത്രം. അവൻ്റെ ജീവിതത്തിലെ ആത്മീയ വിഷയങ്ങളിൽ ഗൗരവമായി എടുത്തില്ല. അതാണ് അവൻ്റെ പരാജയം നമ്മൾ കണ്ടത്. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, നമ്മൾ വിശദമായി ഇത് കണ്ടു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 2ഉം 3ഉം ചിന്തിക്കണം. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകമായ മറ്റൊരു ഇടപെടലും ഇല്ല എങ്കിൽ കർത്താവിന് സ്തോത്രം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. വി വിൽ റീഡ് വേഴ്സസ് 3 and 4. 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 3-4 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 39:3-4 വാക്യങ്ങൾ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ഒരു ദൂരദേശത്തു നിന്ന് ബാബേലിൽ നിന്ന് തന്നെ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. Here, as a second thing, let me tell you, second failure of Hezekiah is spiritual irresponsibility. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിലെ 2ാമത്തെ പരാജയം ആത്മീയ വിഷയങ്ങളിലെ ഉത്തരവാദിത്വം ഇല്ലായ്മ. ആത്മീയ വിഷയങ്ങളിൽ അവൻ ദൈവം ആഗ്രഹിച്ച ഉത്തരവാദിത്വം കാണിച്ചില്ല. ആത്മീയ വിഷയങ്ങളുടെ മേൽ ഉത്തരവാദിത്വത്തോടെ ജീവിക്കണം, ഉത്തരവാദിത്വത്തോടുകൂടെ പെരുമാറണം ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് കാണുന്നത് എന്താണെന്ന് അറിയാമോ? യെശയ്യാവ് അവനോട് 3 കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ ആദ്യമേ കണ്ടു, 1-2 വാക്യങ്ങൾ കണ്ടതാണ്, വായിച്ചാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്. കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പുതുതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആ കണക്ഷൻ മിസ്സാകുന്നു. ഒന്നാമത്തേത്, ഇവൻ ദൂരദേശത്തു നിന്ന്, ബാബിലോണിൽ നിന്ന് സ്തോത്രം രാജാവ് അയച്ച ആൾക്കാർ വന്നപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ്റെ ആലയത്തിലുള്ളതും സകലതും കാണിച്ചു. കർത്താവിന് സ്തോത്രം. അവന് ആത്മീയ ജീവിതത്തിൽ ഗൗരവത്തോടെ എടുക്കാൻ കഴിഞ്ഞില്ല. ആ ആലയത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാത്ത ശത്രു അതിലെ സ്വർണം കണ്ണുവെച്ച്, അതിലെ സമ്പത്ത് കണ്ണുവെച്ച് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്ന. കർത്താവിന് സ്തോത്രം. ഇപ്പം 2ാമത് ഇവിടെ ഇപ്പം യെശയ്യാവ് ഇത് അറിഞ്ഞു.
ഈ ആൾക്കാർ വന്ന് കണ്ട് പോയതല്ല മെശിയ പറഞ്ഞപ്പോൾ ദൈവാത്മാവ് യെശയ്യാവിനെ അയക്കുകയാണ്. സ്തോത്രം. രാജാവിൻ്റെ അടുത്ത് വീണ്ടും അയക്കുന്നു. കുറച്ച് നാളിന് മുമ്പ് നമുക്കറിയാം അയച്ചതാണ് രോഗത്തിൻ്റെ വിഷയം പറയുവാൻ, മരണവിഷയം പറയുവാൻ. ഇപ്പോൾ വീണ്ടും ദൈവാത്മാവ് അയക്കുന്നു. അപ്പോൾ യെശയ്യാവ് വന്നിട്ട് പറയുന്നു, സ്തോത്രം, ചോദിക്കുന്നു 3 ചോദ്യങ്ങൾ യെശയ്യാവ് ചോദിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ യെശയ്യാവ് ചോദിക്കുന്നതിൻ്റെ ഉത്തരം യെശയ്യാവിന് അറിയത്തില്ലയോ? തീർച്ചയായിട്ടും അറിയാം. ദൈവാത്മാവിനാൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ആ പ്രവാചകനാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് 3 ചോദ്യങ്ങൾ ആണ് ഇവനോട് ചോദിക്കുന്നത്. സോ വി നോ the story here. I mean, God, the Lord is sending Isaiah to King Hezekiah, and the prophet is asking 3 specific questions. You know, it doesn't mean that Isaiah did not know the answer. He knew it very well because he was being led by the Spirit of God, and it was the Spirit of the Lord who sent the prophet. But still he is asking the question. See, 3 questions he said. What did they say? That is the first question. You see, he wanted to know what is the topic of conversation. What did the enemy talk to you? What was the topic of your talk? No, what did they say? Second one, he asked, from where did they come from? And the third one, he asked, what did they see? What did they see? 3 specific questions. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെട്ട പ്രവാചകൻ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. കർത്താവിന് സ്തുതി. ഒന്നാമത്തേത്, അവർ ചോദിക്കുന്നു, എന്താണ് നീയും അവരോട് സംസാരിച്ചത്? നിങ്ങളുടെ സംസാരത്തിൻ്റെ വിഷയം എന്തായിരുന്നു? നിങ്ങളുടെ സംഭാഷണത്തിൻ്റെ ടോപ്പിക് എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, അവരെവിടെ നിന്ന് വരുന്നു? 3, അവര് എന്തെല്ലാം കണ്ടു? കർത്താവിന് സ്തോത്രം. അപ്പൊ ഇതിൻ്റെ എല്ലാം ഉത്തരം യെശയ്യാവിന് നന്നായിട്ട് അറിയാം. കർത്താവിന് സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഈ രാജാവ് മറുപടി പറയുവാനും മനസ്സിലാക്കുവാനും, കർത്താവിന് സ്തോത്രം, ഈ അയച്ചത് എന്തിനാണ് ദൈവാത്മാവ് ഈ ദൈവവൃത്തനെ അയച്ചത് എന്നുള്ളതിൻ്റെ സ്തോത്രം ഉദ്ദേശം മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടെ സ്റ്റെപ്പ് എടുക്കുവാനാണ് അങ്ങനെ ചോദിച്ച. കർത്താവിന് സ്തോത്രം. See, we need to understand, as I said, don't think that the prophet Isaiah, who was led by the Spirit of the Lord, was unaware of the answers of this question. He knew it because he was led by the Spirit of God. You see, but what the Spirit of the Lord wanted, the king to understand the purpose for which the Lord has sent the prophet. And the Spirit wanted the king to be respond and take the necessary steps seriously. But he failed to understand. Okay, now 3 questions. You look into the answer. If you look into the answer, his response was so casual. You look into that, his response was so casual. His answer was so casual. You see, the prophet, he said that, there was nothing in this house that they did not see. I have shown everything. You see, they came from a far country, as if Isaiah did not know Babylon is a far country. You see, പ്രവാചകൻ അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഒരു കാഷ്വലായിട്ട് ആൻസർ പറയുന്നു. എന്താ? അവർ ദൂരദേശത്തു നിന്നാണ് വന്നേ. പ്രവാചകൻ അറിയത്തില്ലയോ ബാബിലോൺ ദൂരദേശത്തല്ല ആണെന്ന്? കർത്താവിന് സ്തോത്രം. വളരെ കാഷ്വലായിട്ട് എടുത്തിട്ട് പറയുകയാണ്. എന്തിനാ? ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ എല്ലാം കാണിച്ചെന്ന്. ഇവിടെ അവർ കാണാത്തത് ഒന്നുമില്ല. എന്ത് കാഷ്വലായിട്ട് ആൻസർ പറഞ്ഞത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞില്ല. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് വേറൊരു വിഷയം ആയതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുക. എന്താണെന്നറിയാമോ? അത് ഒരു പൊളിറ്റിക്കൽ അലയൻസ് ആയിരുന്നു. അതായത് ബാബേലുമായിട്ട് ഇസ്രായേൽ ഒരു പൊളിറ്റിക്കൽ അലയൻസിന് വേണ്ടിയുള്ള ടോക്കായിരുന്നു. അതിനുവേണ്ടിയാണ് ബാബേൽ രാജാവ് എന്തെന്നറിയാമോ ഈ സമ്മാനം കൊടുത്തു വിട്ടത്. പക്ഷെ അത് മനസ്സിലാക്കുവാനുള്ളതായ സ്തോത്രം ആത്മീയ കാഴ്ചപ്പാട് രാജാവിന് നഷ്ടപ്പെട്ടു പോയി. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സൺഡേയിൽ പറഞ്ഞത്, ഈ മെസ്സേജിന്റെ തുടക്കത്തിൽ, സ്തോത്രം, ശത്രു നമ്മെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അവൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ, കർത്താവിന് സ്തോത്രം, പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മതയോടെ വേണം നമ്മൾ ഡീൽ ചെയ്യുവാൻ. അവൻ സ്തോത്രം ഇന്ത്യ പറഞ്ഞ ഭയങ്കര ചലാക്കാണ്, ഡിസെപ്റ്റീവാണ്, അവൻ ചതിയനാണ്.
അവന്റെ പേര് തന്നെ ചതി എന്നാണ്. അവൻ തന്ത്രപൂർവം സ്വോത്രം കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ അടുത്തു വരുമ്പോൾ അവന്റെ ഓരോ വാക്കും, അവന്റെ ഓരോ നിരീക്ഷണവും, അവന്റെ ഓരോ സ്റ്റെപ്പും, അവന്റെ ഓരോ സ്വോത്രം പ്രവൃത്തിയും സൂക്ഷ്മതയോടെ ദൈവത്തിന്റെ പൈതൽ ആത്മാവിൽ സ്വോത്രം ദർശിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും നീയും പരാജയപ്പെട്ട് കെണിയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. See, the devil is so cunning. He is very deceptive. We need to understand. You see that when the devil is trying to to approach, unless we are not spiritually sensitive and spiritually, you see that understanding, we may be deceived by the devil. So because he did not answer the first question, the prophet asked 3 questions, but he took it so casually. He answered so casually, but he did not answer the first question. He only answered the second and the third one. Why the first question? What was the topic of the conversation? Because actually Babylon king came, sent his representatives, and they were making a political conversation. They were making a political alliance that was entirely against the plan of God. See, in simple way, let me say that and go. You see what happened. See, Assyria, couple of chapters before, we know that Assyrian army came to attack the people of Israel. So God sent his prophet Isaiah and said that, tell Hezekiah that don't be afraid. Assyria cannot do anything. I am with you. The same God who delivered without any political alliance, God delivered the people of Israel. Hallelujah. The same God wanted to say that. Hezekiah has to understand that the same God who delivered us from the hands of the Assyria will deliver us from the hands of any enemy. We don't need any political alliance, but he failed to understand. കർത്താവിന് സ്തോത്രം. സ്തോത്രം. ഹിസ്കിയ പരാജയപ്പെട്ടു. കാരണം ഇതിനു മുമ്പ് സ്തോത്രം നമുക്കറിയാം, 1-2 ചാപ്റ്റർ മുമ്പ് അസീറിയ രാജാവ് അതിന്റെ കമാൻഡർ ഇൻ ചീഫ് വന്ന് ഇവർക്കെതിരെ വെല്ലുവിളി നടത്തി പറയുന്നു, ഞങ്ങൾ സ്തോത്രം ഇസ്രായേലിനെ തകർക്കും, തരിപ്പണമാക്കും, അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടി അവർക്കെതിരെ സ്തോത്രം ഭീഷണി മുടക്കിയപ്പോൾ ദൈവത്തിന്റെ ദാസനായ യെശയ്യാവിലൂടെ ഹിസ്കിയാവിന് ദൂതറിയിച്ചു, സ്തോത്രം നിങ്ങളുടെ യജമാനോട് എന്ന് പറയുക, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഒരു ദുഷ്ടനും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് ദൈവം പറഞ്ഞ് അത്ഭുതകരമായി ഈ സ്തോത്രം അശ്ശൂരിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് വിടുവിപ്പാൻ കഴിയാത്ത ഒരു വിഷയമില്ല. ഏത് ശത്രുവിന്റെ കയ്യിൽ നിന്നും, അസീറിയ ആകട്ടെ ബാബിലോൺ ആകട്ടെ, ഹല്ലേലൂയ, വിടുവിപ്പാൻ കഴിവുള്ള ഒരുവൻ കൂടെയുണ്ടപ്പോൾ, അവൻ യുദ്ധവീരനായി കൂടെയുള്ളപ്പോൾ നിനക്കാരുടെയും അലയൻസിന്റെ ആവശ്യമില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതാണ് ദൈവം ആഗ്രഹിച്ച് ഹിസ്കിയാവ് മനസ്സിലാക്കുവാൻ. അതുകൊണ്ടാണ് ഹിസ്കിയാവ് ഒളിപ്പിച്ചു വെച്ചു അവന്റെ സംസാര വിഷയം. ഈ പലകാലം ശത്രുവിന്റെ ഭീഷണി നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ജീവിതം എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ ഭയപ്പെടുന്ന വിഷയം എന്തുമാകട്ടെ, ഇന്ന് പലക്കാലം ദൈവാത്മാ പറയുന്നു, ഹല്ലേലൂയ, ഇന്നലകളിൽ അശൂരിന്റെ ശക്തിയിൽ നിന്ന് നിന്നെ വിടുവിച്ച ദൈവത്തിന് ബാബേലിന്റെ കരത്തിൽ നിന്നും വിടുവിപ്പാൻ കഴിവുള്ളവനാണെന്ന്. ഹല്ലേലൂയ. റബ ശാന്തുരാധിയാലബ റകമന ശബിയ ലഖമ ഹംദര ശബൽഖദര. ഈ പലകാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നത്തെ വെല്ലുവിളികൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന കർത്താവ് വ്യക്തികളാകട്ടെ കുടുംബങ്ങളാകട്ടെ, ഹല്ലേലൂയ, അശൂരിന്റെ കയ്യിൽ നിന്ന് നീ അവരെ വിടുവിച്ചതായ ആ സത്യത്തെ മറന്നുകൊണ്ട്, ഹല്ലേലൂയ, ബുദ്ധി കൊണ്ട് മാനുഷിക ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 മീൻസ് വേണ്ടി അതിൽ പരിശ്രമിക്കുന്ന ആ വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവെ കണ്ണു തുറന്ന് നീ ആരാണെന്ന് കാണിക്കുവാൻ ഈ പലകാലം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. മടങ്ങി വരാം. ഞാൻ പറഞ്ഞത് സ്തോത്രം എന്താണ് ടോപ്പിക്, വാട്ട് ഈസ് ദ ടോപ്പിക് ഓഫ് ദ കോൺവെർസേഷൻ? ഹി ഡിഡ് നോട്ട് സേ, സോ ഹി ഫെയിൽഡ്. See, Isaiah had to realize that, Hezekiah had to realize that if God is sending his prophet to me, is not sending without any purpose. Because few days before,
or weeks before, God sent his prophet Isaiah to talk about my illness and my death. And even before that, God sent a message through Isaiah to talk about the deliverance from Assyria. Then, if Isaiah is coming now and asking me the question, there it's a serious matter. I cannot take it casually. So, God has a purpose behind it. I need to be responsibly respond to the questions. I need to be more responsible. That should have been the attitude of Hezekiah, but that was not his attitude. He took it very casually. We see an irresponsible response from Hezekiah. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇവിടെ എസ്കേയ ചെയ്യേണ്ടത്, സ്തോത്രം, ചില നാളുകൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പാണ് യെശയ്യാവിനെ ദൈവം തൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ പ്രവാചകനെ അയച്ച് തന്നോട് സംസാരിച്ചത്. അത് വെറുതെ അല്ല, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി. തൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്താനൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് അറിയിച്ച ഒരു പ്രത്യേക സീരിയസ് കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതേ ദൈവത്തിൻ്റെ ആത്മാവ് സെയിം പ്രവാചകനെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുമ്പോൾ അതിന് പിന്നിൽ ഉദ്ദേശമുണ്ട്. ഈ ചോദ്യങ്ങൾ വെറുതെ എനിക്ക് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളല്ല, നിരുത്തരപരമായി പറയേണ്ട കാര്യമല്ല, നിരുത്തരവാദപരമായി പറയേണ്ട വിഷയമല്ല, ഉത്തരവാദിത്വം ഇല്ലാതെ ഡീൽ ചെയ്യേണ്ട വിഷയമല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്തോത്രം പ്രവാചകൻ എന്നോട് ഈ ഷാർപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ കാഷ്വലായിട്ട് എടുക്കാൻ പാടില്ല, ഉത്തരവാദിത്വ ബോധത്തോടെ കർത്താവിന് സ്തോത്രം. He should have thought that, see, God is sending his prophet and asking, I should understand with more responsibility. Dear children of God, young people, teenagers, the kids, brothers, sisters, parents, children, let me tell you, hallelujah, when God is sending his servants to us, when God is sending his message to us, remember, God will never send any message to us, without any purpose. If God is sending a message to us, God is giving a message to us, God is sending his people to us, God has a purpose behind it, and we need to, hallelujah, understand that. We need to responsibly respond to that step of God. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ദൈവം ഒരു ദൂത് നമുക്ക് തരുമ്പോൾ, ദൈവം നമ്മളോട് ഒരു ആലോചന അറിയിക്കുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനെ കാഷ്വലായിട്ട് എടുക്കരുത്, അതിനെ ലൈറ്റായിട്ട് എടുക്കരുത്. അതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശം കാണും, അതിന് പിന്നിൽ ദൈവത്തിന് പ്ലാൻ കാണും, അതിന് പിന്നിൽ ദൈവത്തിന് ആലോചന കാണും, അതിന് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാളെ കണ്ട ദൈവം മുന്നമേ കണ്ട് ഇന്നൊരു ദൂത് തരികയാണ്. അത് വളരെ ഉത്തരവാദിത്തോടെ ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ കരഞ്ഞിട്ട് അർത്ഥമില്ല. കർത്താവിന് സ്തോത്രം. Hallelujah. See, God will not send we have so many verses in the Bible to understand. God will not send his messages without any purpose. God sent his people and his message with a clear purpose. I don't want to read the verses because of the shortage of time, but maybe one verse, we all are familiar with, but still we can read one verse. Maybe ഞാനത് പറഞ്ഞില്ലായിരുന്നു. യെശയ്യാവ് 55:11, യെശയ്യാവ് 55:11. We know the verse, Isaiah chapter 55, Isaiah 55 verse 11. Yes. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. Okay, here we see about God's word, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച്. See, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കർത്താവ് പറയുന്നു, കർത്താവ് വെറുതെ തന്റെ വചനം അയക്കത്തില്ല. കർത്താവ് വചനം അയച്ചാൽ അതൊരു പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, അത് നിവർത്തിക്കപ്പെടുവാനാണ് അയക്കപ്പെടുന്നത്. See, we know that verse is familiar. You see, when God sent a word, when God sent a message, God will not release a word without purpose. It has a particular purpose and that will be accomplished. So therefore we need to understand, when God releases a word to us, when God releases a message to us, when God will talk to us, try to understand, Lord, what is the purpose? How should I respond? കർത്താവിന് സ്തോത്രം. ഇനി ദൈവം നമ്മളോട് ശ്രദ്ധിക്കണമേ, we're going to look into one important aspect. How should we respond to the questions if we have been asked by the Lord? We need to be very serious
And we need to be very responsible to answer the questions if the Lord is asking us. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ മറുപടി പറയണം? വളരെ സൂക്ഷ്മതയോടെ വേണം, ഉത്തരവാദിത്വ ബോധത്തോട് വേണം. ദൈവം വെറുതെ ആരോടും ചോദിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു പോകാം. നമുക്കറിയാവുന്ന എക്സാമ്പിളാണ് ആദമും ഹവ്വയും പരാജയപ്പെട്ടപ്പോൾ. ആദമും ഹവ്വയും പാപം ചെയ്തു. ദൈവം അടുത്തു വരുന്നു. ഉൽപ്പത്തി 3:9, Genesis 3:9, there we see the first question God is asking to humanity, right? God's first question to humanity. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്, where are you? First question of God to humanity, where are you? നിങ്ങൾ എവിടെയാണ്? നീ എവിടെയാണ്? നമുക്കറിയാം പാപം ചെയ്തതിന് ശേഷം ഇവര് നഗ്നത കണ്ടു, മറഞ്ഞു, ഒളിച്ചു. ഇപ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് കർത്താവിന് സ്തോത്രം, ഈ ആദമിൻ്റെ ഹവ്വയുടെ റെസ്പോൺസ് ഉത്തരവാദിത്വമില്ലാത്ത റെസ്പോൺസ് ആയിരുന്നു. ഇല്ലേ? നമ്മൾ നാട്ടിൽ പറയാം പന്ത് തട്ടുന്ന പോലെ. സ്തോത്രം. ആദം ഹവ്വയുടെ കോട്ടിലിട്ടു, ഹവ്വ ആദമിൻ്റെ പാമ്പിൻ്റെ കോട്ടിലിട്ടു തമ്മിൽ. See, that is what is happening. That is not God is expecting from us. We, dear children of God, why? Because human beings are not an ordinary creation. They are created in the image and likeness of God. They are not supposed to hide away from God or run away from God. They cannot hide. And you see, they need to come back. They need to be broken. They need to repent and say that, Lord, we are sorry. Forgive us. And run to the Master. That should have been the response. With the responsibility, we did the mistake. But that is not what they have done. I mean, today also I feel that, I don't know, are you, guy, such a person that you try to run away? Let me tell you, my brother, my sister, my child, you're not supposed to run away and hide. The Lord is speaking to you. You are not supposed to be someone who is hiding away. Why are you hiding? The Lord is asking you to come back. Hallelujah. Make you come back, because you are a unique creation. You are not created like any other animals and birds. You are created in the image and likeness of God with a unique purpose. So my brother, so my child, the Lord is asking you, stop hiding and come back to the Lord and say, Lord, I'm sorry. Hallelujah. ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിന് സ്തോത്രം നമ്മൾ സംസാരിക്കുന്നത് ആരെങ്കിലും സ്തോത്രം ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റി, ഒരു പരാജയം പറ്റിയിട്ട് ഹല്ലേലൂയ ഒളിക്കുവാനാണോ ശ്രമിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പരാജയം പറ്റിയ ദൈവ പൈതലേ, ഒളിക്കുവാനല്ല, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നിലവിളിക്കുമ്പോൾ നമ്മെ മാറോടണയ്ക്കുന്ന കർത്താവാണ്. മടങ്ങി വരും കർത്താവ് കൃപയട്ടെ. കർത്താവിന് സ്തോത്രം. 2 നമുക്കറിയാം. സെക്കൻഡ് we see Cain. See Genesis 4:6. Cain, the son of Adam. Then you know the story. When God was not pleased with his sacrifice, God is asking him, and it says that God is asking a question. 4:6, Genesis 4:6. Why are you angry? Why are you angry? ദൈവം ഇവിടെ കൈനോട് ചോദിക്കുന്ന ചോദ്യമാണ്, കൈനെ നീ കോപിക്കുന്നത്? നീ എന്തിനാ കോപിക്കുന്നേ? നോക്കിയേ, നോക്കിയേ, ദൈവം ഒരു അപ്പൻ ചെന്ന് കുഞ്ഞിനോട് ചോദിക്കുന്ന ചോദിക്കുകയാണ്, മോനെ നീ എന്തിനാണ് കോപിക്കുന്നത്? കർത്താവിന് സ്തോത്രം. Why are you angry? See, he failed to control his anger, and the Lord knew it very well that will have bad consequences. And that is why God said, you're getting angry, you are getting out of control, and unless you control your anger, that can lead you to, wrong consequences. That happened also. He became the first to murder. Listen me. If he was willing to control his anger, Cain would not have been known as the first murder in human history. He would not have been. He would not have been. See, some days, let me tell you, I don't know. As I said, don't simply take the word as it is. Why God is giving us the message? Probably this morning God may be talking to some of us, right? Most of us are in middle age. When you get middle age, there's a problem of temperament, right? Controlling temperament. So God is maybe asking some of us to control our anger. I'm talking to myself also.
right? Control our anger. If not, that can lead to other bad consequences. See, കയീന് സംഭവിച്ചത്, കർത്താവിന് സ്തോത്രം, കയീനോട് ദൈവം ചോദിക്കുന്നു, കയീനെ നീ എന്തിനാണ് കോപിക്കുന്നത്, നിന്റെ മുഖം എന്തിനാണ് വാടുന്നത്? ഒരപ്പൻ മകനോട് ചോദിക്കുന്നൊരു ചോദിക്കുകയാണ്. അവന് ഉത്തരവാദിത്തോടെ ദൈവത്തിന് മറുപടി അറിയായിരുന്നു. കർത്താവേ, എനിക്ക് ഇച്ചിരി ദുഃഖമുണ്ട്. ഇല്ലേ, നമുക്ക് ഇങ്ങനെ പറയായിരുന്നു, എന്താ ദുഃഖം? നീ എൻ്റെ യാഗത്തിൽ പ്രസാദിക്കുന്നത്. അപ്പം ദൈവത്തോട് എന്ത് പറഞ്ഞു? കോപിക്കുന്നതെന്ന് ചോദിച്ചപ്പം അങ്ങനെയൊക്കെയാന്ന്, ഇല്ലേ? ആ രീതിയിലാണ് അവൻ മറുപടി പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. യോനയും പണ്ടൊരിക്കലുണ്ടായിരുന്നു. യോനയോട് ചോദിച്ചത്, ഈ കോപിക്കുന്ന വിഹിതമാണോ? അപ്പോൾ യോന എന്താ പറഞ്ഞു? അങ്ങനെയൊക്കെയാണ്. എന്നാൽ ദൈവം അവന് അവസരം കൊടുക്കുകയായിരുന്നു. കർത്താവ് പറയുന്നത്, പാപം അതുകൊണ്ട് വാതുക്കെ കിടക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും. അപ്പം ആ കോപം കൺട്രോൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും മാനവ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകൻ എന്നുള്ള പേര് കയീൻ്റെ പേരിന് നേരെ വരത്തില്ലായിരുന്നു. ഫലം ഇന്ന് പലക്കാലം സ്തോത്രം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. ഞാൻ പറയട്ടെ, കർത്താവിന് സ്തോത്രം. ഞാൻ പറയാം, എന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മ നമ്മളോട് സംസാരിക്കുന്നു. പേരൻസ്, നമുക്കറിയാം, കുഞ്ഞുങ്ങളോട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, പ്രിയ മമ്മിമാരെ, പ്രിയ പപ്പമാരെ ഒക്കെയാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യും, നമ്മളെ അന്വയൊക്കെ ചെയ്യും. കർത്താവ് ദൈവത്തിൻ്റെ ആത്മ നമ്മളോട് ഇന്ന് ഒരുപക്ഷെ ഇത് പറഞ്ഞ പോലെ, സ്തോത്രം, ഹെസ്കേവിനോട് ദൂത് അറിയിച്ച പോലെ ഈ ദൂത് ഒരുപക്ഷെ നമ്മൾ ആരോട് സംസാരിക്കുമായിരിക്കും. നമ്മൾ അല്പം കൂടെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ നാളെ ഒരു ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടായിരിക്കാം. കർത്താവിന് സ്തോത്രം. See, who knows that? I don't know. Children, maybe God is talking to some children. I don't know. See, children, God is asking you to control your anger, and very especially when you talk to your parents. I mean, this morning maybe the Spirit of the Lord may be urging you. That may be the reason this word is being preached. As the Lord is sending, my point is that the Lord won't send His word without any purpose. Maybe for you, my daughter, for you, my son, God is talking to you. Please take care of your temperament. Otherwise, that can lead you to wrong actions. And who knows that your testimony can be affected. Cain, you are not supposed to be the first murder in human history. Rather, you are supposed to be one of the most caring brother in the family, but you become the murderer. The Lord is asking in the family. I sense something in my spirit that the Lord says that in the family, children, sons, daughters, hallelujah, dads and mom, we need more control of temperament. If not, that can lead to wrong actions and wrong steps. Hallelujah. Come back. കർത്താവിന് സ്തോത്രം. കെയിൻ ഫെയിൽ. കർത്താവിന് സ്തോത്രം. ദൈവം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവാദിത്വത്തോടെ ആൻസർ ചെയ്യാത്ത നിമിത്തം അവനത് ബാധിച്ചവൻ്റെ ബന്ധങ്ങളെ, അവൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം, അവൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം, അവൻ്റെ അമ്മയപ്പന്മാരുമായിട്ടുള്ള ബന്ധം ഒക്കെ ബാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം സംഭവിക്കും. ഒരുപക്ഷെ ഒരു അപകട സൂചന ഈ രാത്രി പകൽക്കാലം ദൈവാത്മാവ് തരുന്ന ഒരു വാണിംഗ് ആയി എടുക്കാൻ കഴിയുമോ? കർത്താവിന് സ്തോത്രം. ഓക്കെ, അടുത്തത് വേറൊരു വ്യക്തി, വേഗത്തിൽ പോകട്ടെ, ശൗലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗല്. കർത്താവിന് ഒരു വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 15:13-14 നമുക്കറിയാവുന്നതാണ്, എങ്കിലും കർത്താവിന് ഒന്ന് വായിച്ചു പോകാം. 1 ശമൂവേൽ 15:13-14. 1 ശമൂവേൽ 15:13-14. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എന്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. സോ ഇവിടെ ശൗല് എന്നോട് ദൈവത്തിന്റെ പ്രവാചകനായ ശമൂവേൽ ചോദിക്കുന്ന ചോദ്യമാണ്. സോ വാട്ട് ഈസ് ദ ബ്ലീറ്റിംഗ് ഓഫ് ദ ഷോപ്പ്? Samuel is asking Saul, see, what is the cry of the sheep? The bleating of sheep. See, then he is giving an answer. You look into the answer. That answer also, he said that I did this, I disobeyed you for a godly purpose. Can you look into that? God asked him to destroy everything. He said, I spared the best for the Lord. So he wanted to say that he made this sin, or he committed this sin of disobedience for a godly purpose. Can you imagine the irony?
God doesn't want us to commit sin for a good purpose. So that is many times, that is what is a failure of many believers. They do mistake. They commit mistake. They commit sin and say that that is for a good purpose. God is not expecting you and me to do wrong thing for a good purpose. No. കർത്താവിന് സ്തോത്രം. ദൈവം ഇവിടെ ശൗല് പറയുകയാണ്, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇത് ചെയ്ത് എന്തിന്? യഹോവയ്ക്ക് ഏറ്റവും ബെസ്റ്റ് യാഗം അർപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞത് സ്തോത്രം സകലത്തെയും നശിപ്പിക്കുവാൻ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റുന്ന പരാജയം. അപ്പം അവൻ പറയാണ്, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു തെറ്റ് ചെയ്തെന്ന്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായെന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ തെറ്റിൽ പ്രസാദിക്കത്തേയില്ല. Let me come back. God expects all of us to be responsible in our dealing with God, in dealing spiritual matters. ആത്മീയ വിഷയങ്ങളിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. Why? Because our life is accountable before God. കർത്താവിന് സ്തോത്രം. Our life is accountable before God. ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതം ഒന്ന് കണക്ക് കൊടുക്കേണ്ട ജീവിതമാണ്. കർത്താവിന്റെ വചനത്തിൽ അനേക വാക്യങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതം കണക്ക് കൊടുക്കേണ്ട ജീവിതമാണ്. കണക്ക് കൊടുക്കേണ്ട ജീവിതം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമുള്ള ജീവിതമാണ്. നമുക്ക് കാഷ്വലായി ജീവിതം നയിപ്പാൻ കഴിയത്തില്ല. നമുക്ക് വെറുതെ ജീവിക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കുവാനും മറ്റുള്ളവർ പറയുന്ന പോലെ പറയുവാനും മറ്റുള്ളവരുടെ സ്വഭാവം പോലെ ഉള്ള സ്വഭാവത്തിന്റെ ഉടമകളാക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഉത്തരവാദിത്വമുള്ളവരായി. കാരണം നമ്മുടെ ജീവിതം കണക്കുടെ ജീവിതമാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. കണക്കൊടുക്കുന്ന ബന്ധത്തിൽ ഉത്തരവാദിത്വം. അവർ ലൈഫ് ഈസ് അക്കൗണ്ടബിൾ ബിഫോർ ഗോഡ്. ഈ കർത്താവിന് സ്വന്തം റോമലേഖനം 14:12 വായിക്കുമോ? റോമൻസ് 14:12. റോമർ 14:12. ആകയാൽ നമ്മിൽ ഓരോരുത്തർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങൾ നോക്കിയേ, ആ വാക്യം ശ്രദ്ധിച്ച്. ആകയാൽ നമ്മെ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇംഗ്ലീഷ് ശ്രദ്ധിച്ചേ. See English. So each one of us shall give account of himself or herself. Listen, children. See, children, every one of us has to give an account of our life to God. Parents cannot give an account of your life. See, today maybe, see, if you may think that your parents can give an account to pastors or Sundays may help you. And see, if he asks, where is so-and-so? I mean, parents can, because they love you and they can give an account covering you. But listen, we all have to give an account before the Lord one day. And that's what is, you see, that he has to, by himself, by herself. It's not a collective responsibility. It is talking about our life. See, I cannot say that Joyce is a reason for my wrong spirituality. And Joyce cannot say that I am the reason. We all are accountable before God. സ്വോത്രം. കുഞ്ഞുങ്ങളെ, ചില പിള്ളേർ പറയാറുണ്ട് പപ്പാ മമ്മി നിമിത്തമാണ്. See, sometimes you need to understand, children, you can talk that today. To us, you may say that. You may say to us, oh, because of my daddy, because of my mummy, that is what is I am. Some young people someday say that my mommy is the reason, daddy is the reason, my church is the reason, my pastor is the reason. That all you can talk here. But you see that when we stand before him, the Almighty God, hallelujah, none of us can take any coverage. We all have to stand before him one day and give an account. ഇവിടെ നമുക്ക് മറ്റുള്ളവരെ പരിചാരം. ഇവിടെ നമുക്ക് ഒരു പക്ഷേ സ്വോത്രം കുഞ്ഞുങ്ങൾക്ക് പപ്പായും മമ്മിയെയും, കർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവിനെയും, ഭർത്താവിന് ഭാര്യയും, സ്വോത്രം വിശ്വാസിക്ക് പാസ്റ്ററേയും, പാസ്റ്റർമാര് വിശ്വാസിയെ ഒക്കെ പരിചാരം. അതിവിടെ. എന്നാൽ കർത്താവിന് സ്തോത്രം, നമ്മൾ വ്യക്തിപരമായി ദൈവമുമ്പാകെ അക്കൗണ്ട് കൊടുക്കേണ്ട, കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. എസെക്കിയേൽ പറയുന്നു, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന ആളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ. Hallelujah. We all have to. സ്വോത്രം വായിക്കേണ്ട മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായി 12:36 ഇങ്ങനെ വായിക്കുന്നു. Matthew 12:36. We all have to give an account for the careless words. It is so dangerous. So, even this morning when I saw, I was scared. ഇന്ന് രാവിലെ ഞാൻ വാക്യം വായിച്ചിട്ട് കർത്താവിനോട്, കർത്താവേ കൃപ തരണമേ,
മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിനു മുമ്പാകെ കണക്ക് കൊടുക്കണം. നമ്മളെല്ലാവരും അതാ പറഞ്ഞ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പല്ല ദൈവത്തിന്റെ ജനം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം യേശുവിന്റെ രക്തമെന്ന വലിയ വില കൊടുത്ത് കർത്താവ് വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. വീണ്ടെടുത്ത ദൈവത്തിന്റെ പൈതലിന് വെറുതെ സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ സംസാരിക്കുന്ന പോലെ, നമ്മുടെ കൂടെ ഹല്ലേലൂയ നമ്മുടെ അയൽക്കാർ, നമ്മുടെ അടുത്ത് താമസിക്കുന്ന അയൽക്കാർ സംസാരിക്കുന്ന പോലെ, നമ്മുടെ കൂടെ ഒരേ ഫ്ലാറ്റിൽ ഒരേ റൂമിൽ ഹല്ലേലൂയ ജീവിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ പോലെ, നമ്മുടെ സ്കൂളിൽ ഹല്ലേലൂയ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരേ ബെഞ്ചിൽ ഒരേ റൂമിൽ ഹല്ലേലൂയ ഒരുമിച്ച് ഒരേ കോഴ്സിന് പഠിക്കുന്ന സ്വത്രം നമ്മുടെ കൂട്ടുകാർ സംസാരിക്കുന്ന പോലെ, അവർ ജീവിക്കുന്നത് പോലെ, അവർ ഇംപ്രസ് ചെയ്യുന്ന പോലെ, അവർ അപ്പിയർ ചെയ്യുന്ന പോലെ ഒരു ദൈവത്തിന്റെ പൈതലിന് പറ്റത്തില്ല. Children, hallelujah, a child of God who is cleansed by the blood of Jesus, who is purchased by the blood of Jesus, cannot talk like his friends, cannot him to appear himself or herself like their friends, hallelujah, because they are hallelujah purchased with a costly price. Stotram, you are precious. Child of God, you may not be understanding your value, but you are not an ordinary child. You are a child, hallelujah, purchased with a costly price, hallelujah, hallelujah. And so your life is not to be taken casually. Your life cannot be lived casually. Our life is a precious life. കർത്താവിന് സ്തോത്രം. കർത്താവ് വില കൊടുത്ത് നമ്മുടെ സ്തോത്രം ജീവിതത്തെ വാങ്ങിയതുകൊണ്ട് നമ്മൾ കൊടുത്തില്ല എന്ന് കരുതി വിലയില്ലെന്ന് കരുതരുത്. ഒരു നിമിഷം പ്രാർത്ഥിച്ചോട്ട്. എന്റെ മെസ്സേജ് നിർന്നില്ല. കർത്താവിന് സ്തോത്രം. I feel in my spirit, hallelujah, hallelujah, somebody feels that hallelujah about yourself. I don't know, I strongly feel about yourself, you feel that, and you don't feel good about your life, and you don't feel hallelujah satisfied about your life, and you try to compare your life with others' life, and you hate yourself. The Lord says that you try to hate yourself within you, hallelujah, and you try to compare yourself with other people. Maybe hallelujah because of what you are now, maybe you may be trying to see fault in your parents. Maybe you may be trying to fault within yourself, and you try to hate yourself, hallelujah. But the Lord says that maybe about your appearance, maybe about your physical hallelujah way you look like, maybe about your talents, hallelujah, maybe about because you think that I don't have any talents, I cannot be used like anybody else. I feel within myself, someone hearing me, hating yourself, hallelujah. But the Lord says that your value is not defined by your parents or your culture or your talents or your ability or the grade you score or the career you are pursuing. But the Lord says that your value is based on the price that is paid to purchase you. Hallelujah. നിന്നെ വില കൊടുത്തു വാങ്ങിയ ആ വിലയാണ് നിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. നിന്റെ ഏത് കുടുംബത്തിൽ ജനിച്ചെന്നോ, നിന്റെ പപ്പായി മമ്മി ആരാണെന്ന് വിചാരിച്ചത് കൊണ്ടോ, നിന്റെ കൾച്ചർ ഏതാണെന്നോ, ഹല്ലേലൂയ, നിന്റെ ജോലി എന്താണെന്നോ, നിന്റെ കരിയർ എന്താണെന്നോ, നിന്റെ യൂണിവേഴ്സിറ്റി ഏതാണെന്നോ, നിന്റെ പുറത്തുള്ള അപ്പിയറൻസ് ഏതാണെന്നോ അതോർത്തു നിന്നെ തന്നെ വെറുക്കല്ല്. നിന്റെ വില ഹല്ലേലൂയ തീരുമാനിക്കുന്നത് സ്വത്രം ഈ ഭൗതികമായ യാതൊന്നുമല്ല, മറിച്ച് നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വാങ്ങിയ ഒരുവനുണ്ട്. അവൻ കൊടുത്ത വിലയാണ് നിനക്ക് മഹത്വമുള്ളതാക്കി തീർക്കുന്നത്.
ഓ റബശംദുരാദിയ, ഓ റബശംദുരാദിയാലബ, നമ്മെ വിലയുള്ളതാക്കി തീർക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ ജോലിയല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ അനുഭവമല്ല, നമ്മുടെ ആയുസ്സല്ല, നമ്മുടെ കളറല്ല, നമ്മുടെ രൂപമല്ല, നമ്മുടെ ഭംഗിയല്ല, നമ്മുടെ സൗന്ദര്യമല്ല, നമ്മുടെ വിലയുടെ മാറ്റ് തീരുമാനിക്കുന്നത് നമ്മെ ആര് വില കൊടുത്തു വാങ്ങിച്ചു ഹല്ലേലൂയ എന്നതിലാണ്. സ്തോത്രം. വില കൊടുത്ത് വാങ്ങിച്ച് കർത്താവിന് സ്തോത്രം. കർത്താവ് വില കൊടുത്ത് നമ്മളെ വാങ്ങിച്ചുകൊണ്ട് വി ആർ കോസ്റ്റ്ലി, വാല്യുബിൾ, വി ആർ പ്രഷ്യസ്. നമ്മൾ വിലപിടിപ്പുള്ളവരാണ്, വിലയുള്ളവരാണ്. ദൈവം നമുക്ക് പിന്നീട് ചിന്തിക്കാം. See, my point is that one key point today, when God sent us a message, I mean, in this message, Isaiah's message to Hezekiah, actually there was a warning, but he did not understand it. He should have taken it with more responsibility. There was a hint of a warning. Probably there was an indication of a way of escape. There was an indication of the coming judgment about this thing. You know, he could have taken it so responsibly, but he failed to see that. Dear children of God, how do we respond to the questions from the Lord? How do we take it? That is so crucial. Not the number of questions we receive, not the smartness of our answer, but how do we take the message, the word, whether questions, whether promises, what or maybe the Lord is giving to us. ദൈവം നമ്മളോട് സംസാരിക്കുന്ന വാക്കുകളെ എങ്ങനെ നാം എടുക്കുന്നു, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. കർത്താവിന് സ്തോത്രം. എങ്ങനെ അതിനോട് പ്രതികരിക്കും നമ്മൾ, ദൈവം അതാണ് നോക്കുന്നത്. നമ്മുടെ പ്രതികരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ അതിന്മേലൊരു ഞാൻ പറഞ്ഞ പോലൊരു വാണിംഗ് ആയിരിക്കാം, ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കാം. കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതം ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ കഴിക്കുവാൻ. നമ്മുടെ തലയിള വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.